മൗനരാഗം. രചന, അവതരണം ഋതു. കണ്ണു തുറന്നപ്പോൾ ആരുടെയോ കൈക്കുള്ളിലാണ് താനെന്നറിഞ്ഞ ശ്രീലക്ഷ്മി പെട്ടെന്ന് നീങ്ങി നിന്നു. പരിഭ്രമത്തോടെ ചുറ്റും നോക്കിയപ്പോൾ ചില കുട്ടികളൊക്കെ അവരെ നോക്കി നിൽക്കുന്നുണ്ട്. എൻ്റെ ചേച്ചി ഇപ്പോൾ താഴെ വീണേനല്ലോ, എന്തെല്ലാം അസുഖമുണ്ടോ, തല കറങ്ങുന്നുണ്ടോ? അവൻ്റെ വാക്കുകളിൽ വെപ്രാളം നിറഞ്ഞു. തൻ്റെ കൈ ഒരു താങ്ങിനെന്നോണം പിടിച്ച ചെറുപ്പക്കാരനെ മനസ്സിലാവാതെ അവൾ നിന്നു. എന്തേ ഇങ്ങനെ നോക്കുന്നേ? എന്നെ കണ്ടിട്ടേയില്ലേ? ഞാൻ ഫസ്റ്റ് ഇയർ കെമിസ്ട്രിയാ, ചേച്ചിയുടെ ജൂനിയർ, ജിത്തു, അതാ എൻ്റെ പേര്. ചിരിയോടെ അത് പറഞ്ഞപ്പോൾ ശ്രീലക്ഷ്മിക്ക് കൗതുകം തോന്നി. ആദ്യമായാണ് കാണുന്നത്. അല്ലെങ്കിലും ഇവിടെയുള്ള 3/4 പിള്ളേരെയും ശ്രീലക്ഷ്മി കണ്ടിട്ടുകൂടിയില്ല, നോക്കാറില്ല എന്നതാണ് സത്യം. ഫൈനൽ ഇയർ ആണെങ്കിലും അധികം സൗഹൃദങ്ങളില്ല. അവൾ വല്ലായ്മയോടെ അവനോട് താങ്ക്സ് പറഞ്ഞു. ചുമ്മാ ഒരു താങ്ക്സ് പറയാണോ? ഞാനൊന്നും കഴിച്ചിട്ടില്ല. ചേച്ചിക്ക് വല്ലതും വേണോ? ഒറ്റക്കായോണ്ട് ക്യാൻറ്റീനിൽ പോകാൻ മടി. കുറേ കാലത്തെ പരിചയമുള്ളതുപോലെയാണ് ജിത്തു സംസാരിച്ചത്. അവൾ അമ്പരന്ന് നോക്കുകയാണ്. അച്ചുവിൻ്റെ കൂടെ മാത്രമേ ക്ലാസ്സിൽ നിന്ന് പുറത്തിറങ്ങാറുള്ളൂ. അതുകൊണ്ട് തന്നെ അവൾക്ക് അറിയുന്നവരോട് മാത്രമേ ഇതുവരെ സംസാരിച്ചിട്ടുള്ളൂ. പക്ഷേ ഇങ്ങനൊരാളെ കാണുന്നത് ആദ്യമായാണ്. എന്തോ അപ്പുവിനെ ഓർമ്മ വന്നു. ഒന്ന് വായോ, എനിക്ക് നല്ല വിശപ്പുണ്ട്. അധികാരത്തോടെ അവൻ ശ്രീലക്ഷ്മിയുടെ കൈയും പിടിച്ച് ക്യാൻറ്റീനിലേക്ക് നടന്നപ്പോൾ പെട്ടെന്ന് എന്തോ എതിർക്കാൻ കഴിഞ്ഞില്ല. വാതോരാതെ സംസാരിക്കുന്നുണ്ടവൻ. ഞാൻ ചേച്ചിയെ പലപ്പോഴും കാണാറുണ്ട്. ദേ ഇങ്ങനെ കുത്തനെ പിടിച്ചങ്ങ് നടക്കും, ആരെയും നോക്കാതെ. പിന്നെ ടീച്ചർ ഒരു തവണ പറഞ്ഞു ചേച്ചിയായി ഇത്തവണത്തെ റാങ്ക് പ്രതീക്ഷയാണ്. ഈ കെമിസ്ട്രിയൊക്കെ പഠിച്ചെടുക്കുന്നവരെ സമ്മതിക്കണം കേട്ടോ. എനിക്കിപ്പോൾ തന്നെ മടുത്തു. ചേട്ടന് ഭയങ്കര നിർബന്ധമായിരുന്നു, ഒന്നുകിൽ മെഡിസിന് പോകണം അല്ലെങ്കിൽ ഏതെങ്കിലും BSc കോഴ്സ് എടുക്കണമെന്ന്. ചോര കണ്ട തലകറങ്ങുന്ന ഞാൻ ഡോക്ടറായ കോമഡി ആയിരിക്കും. ഞാൻ പറഞ്ഞ് ചേച്ചിക്ക് ബോറടിച്ചോ? അവൾ ഇല്ലെന്ന രീതിയിൽ ചിരിച്ചു. ക്യാൻറ്റീനിൽ ചെന്ന് 2 പൊറോട്ടയും മീൻകറിയും ഓർഡർ ചെയ്തു, കൂടെ ഒരു ചായയും. ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ടും ശ്രീലക്ഷ്മിയെ കൊണ്ട് നിർബന്ധിച്ച് ഒരു സമൂസ കഴിപ്പിച്ചു അവൻ. ഞാനൊരു രഹസ്യം പറയട്ടെ. എൻ്റെ ശരിക്കും പേര് ജിത്തു എന്നല്ല, ഇന്ദ്രജിത്ത് എന്നാ. ബട്ട് ഞാൻ ആരോട് പറഞ്ഞിട്ടില്ല. അവൻ എന്തോ ലോകരഹസ്യം പോലെ അവളുടെ ചെവിയോട് ചേർന്ന് പറഞ്ഞു. അപ്പോഴാണ് ബെല്ല് നീട്ടിയടിച്ചത്. അയ്യോ ജിത്തു, ബെല്ലടിച്ചു. അവൾ ബാഗും എടുത്ത് എഴുന്നേറ്റു. ചേച്ചി നിൽക്ക്, ഞാനും ഉണ്ട്. അത് പറഞ്ഞവൻ ബാക്കിയുള്ള ചായ ഒറ്റ വലിക്ക് കുടിച്ച് പറ്റും പറഞ്ഞ് അവളുടെ കൂടെ നടന്നു. ഫസ്റ്റ് ഇയർ ക്ലാസ് ആ ഭാഗത്തല്ലേ? തൻ്റെ കൂടെ തന്നെ നടക്കുന്ന ജിത്തുവിനെ നോക്കി ശ്രീലക്ഷ്മി എതിർദിശയിൽ വിരൽ ചൂണ്ടി. ചേച്ചി വീഴാൻ പോയപ്പോൾ ഞാൻ ഹെൽപ്പ് ചെയ്തതല്ലേ, അപ്പോൾ ക്ലാസ്സിൽ കൂടെ കൊണ്ടുവിടാമെന്ന് കരുതി. ഒരു ബോഡി ഗാർഡിനെ പോലെ ഗമയിൽ നടന്നുകൊണ്ടവൻ പറഞ്ഞു. അന്തം വിട്ട് നിൽക്കുന്ന ശ്രീലക്ഷ്മിയുടെ കൈ പിടിച്ചുകൊണ്ടവൻ മുന്നോട്ട് നടന്നു. അപ്പോൾ ചേച്ചി ചെല്ല്, നന്നായി പഠിക്ക്, നമുക്ക് റാങ്ക് വാങ്ങണ്ടേ? അത് കേട്ടപ്പോൾ അവളുടെ മുഖം കൂർത്തു. ശ്രീലക്ഷ്മി അകത്ത് കടന്നതും ജിത്തു പോക്കറ്റിൽ നിന്ന് ഫോണെടുത്ത് ഒരു ചിരിയോടെ ആരെയോ വിളിച്ചു. സാധാരണയുള്ള സീറ്റിൽ നിന്ന് മാറിയിരിക്കുന്ന അച്ചുവിനെ കണ്ടപ്പോൾ ഒരു തരത്തിൽ ആശ്വാസമാണ് തോന്നിയത്. വേണ്ടാത്തതൊന്നും തൽക്കാലം കേൾക്കാൻ വയ്യ. അല്ലെങ്കിൽ തന്നെ ആവശ്യമില്ലാത്ത ഒരു ദിവസത്തെ ക്ലാസ് പോയി. അതിൻ്റെ ടെൻഷൻ അവൾക്ക് നന്നായി ഉണ്ടായിരുന്നു. ശ്രീലക്ഷ്മിയുടെ ഉടലിലാകെ വിയർപ്പൊഴുകി. അവൻ്റെ കൈവിരൽ പാടുകളുടെ ശോണിമ വെളുത്ത ഉടലിൽ തെളിഞ്ഞു കാണാം. അവിടെയൊക്കെ ആർത്തിയോടെ ചുംബിക്കുമ്പോൾ ബലിഷ്ഠമായ ശരീരത്തിനടിയിൽ കിടന്നവൾ പുളഞ്ഞുകൊണ്ടിരുന്നു. 2 കൈകളും ബലമായി മുകളിലേക്കുയർത്തി തലയണയോട് ചേർത്ത് വച്ചു. പിടക്കുന്ന കണ്ണുകൾ നോക്കിക്കൊണ്ടവൻ ഒരു നിമിഷം പോലും താമസിക്കാതെ അവളുടെ ചുണ്ടുകളെ കൊരുത്തു വലിച്ചു. ശ്രീയേട്ടാ, പിടഞ്ഞു മാറിക്കൊണ്ടവൾ കുറുകി. നോ. ക്ലാസ് മുഴുവൻ ഒരു നിമിഷം ഞെട്ടിത്തരിച്ചു. അച്ചു മുന്നിലുള്ള പുസ്തകം വലിച്ചെറിഞ്ഞ് നിന്ന് അലറുകയാണ്. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അതൊന്നും സംഭവിക്കില്ല. ഇവളിതെന്താണ് പറയുന്നതെന്ന് മനസ്സിലാകാതെ അമ്പരന്ന് നിൽക്കുമ്പോൾ ശ്രീലക്ഷ്മിയുടെ കണ്ണു മാത്രം നിറഞ്ഞു വന്നു. അച്ചു പാഞ്ഞു ചെന്ന്
ശ്രീലക്ഷ്മിയുടെ കഴുത്തിന് പിടിച്ചു. അപ്രതീക്ഷിതമായ നീക്കത്തിൽ അവൾ തരിച്ചിരുന്നു. അച്ചുവിൻ്റെ അങ്ങനൊരു പെരുമാറ്റത്തിൽ എല്ലാവരുടെയും കണ്ണ് തള്ളിപ്പോയി. പെട്ടെന്ന് ക്ലാസ് ടീച്ചറും കുട്ടികളും വന്ന് അവളെ പിടിച്ചു മാറ്റി. ഒരൊറ്റ എണ്ണം എന്നെ തൊട്ടു പോകരുത്. ശ്രീ, നിനക്ക് അവൻ്റെ കൂടെ ജീവിക്കണമെന്ന് എന്തേലും മോഹമുണ്ടേ ഇപ്പോൾ ഇവിടെ വെച്ച് നിർത്തിക്കോണം. കൊന്നു കളയും ഞാൻ നിന്നെ, കേട്ടല്ലോ? ഉറഞ്ഞു തുള്ളിക്കൊണ്ടവൾ പുറത്തേക്ക് പായുമ്പോൾ കാര്യമൊന്നും അറിയാതെ എല്ലാവരും പകച്ചു നിന്നു. ശ്രീലക്ഷ്മി വിങ്ങി പൊട്ടിക്കരഞ്ഞു. അന്ന് ആ സംഭവത്തിന് ശേഷം അച്ചു ക്ലാസ്സിൽ കയറിയില്ല. തിരിച്ച് വീട്ടിൽ പോകാനും വയ്യ. അച്ഛൻ വൈകുന്നേരം വരുമ്പോൾ കണ്ടില്ലെങ്കിൽ പിന്നെ ഇങ്ങോട്ടൊരു മടങ്ങി വരവുണ്ടാവില്ല. അടുത്തിരിക്കുന്ന കുട്ടികളും ടീച്ചറും ശ്രീലക്ഷ്മിയെ സമാധാനിപ്പിച്ചു. അവളുടെ ശ്രദ്ധ പലപ്പോഴും പാളിപ്പോയി. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് അടുത്താരോ വന്നിരിക്കുന്നതായി അവൾക്ക് തോന്നിയത്. ഡെസ്കിൽ മുഖമമർത്തി കിടക്കുകയായിരുന്നു അതുവരെ. എന്തു പറ്റി ചേച്ചി? എന്താ കഴുത്തിലൊക്കെ? അവൻ്റെ മുഖത്തെ ചിരി പെട്ടെന്ന് മാഞ്ഞു. ഒന്നുമില്ലെന്ന് തലയാട്ടുമ്പോഴും കണ്ണുകൾ നിറഞ്ഞൊഴുകി. ജിത്തു ഇപ്പം പോ, എനിക്ക് സംസാരിക്കാൻ വയ്യ. തളർച്ചയോടെ അവൾ പറയുന്നത് കേട്ട് അവൻ വല്ലായ്മയോടെ എഴുന്നേറ്റു. പുറത്തിറങ്ങിയതും അവൻ വേഗത്തിൽ ഫോൺ ഡയൽ ചെയ്തു. വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞ് കോളേജ് ഗേറ്റിലേക്ക് വേഗത്തിൽ നടന്നപ്പോൾ റോഡിന് മറുസൈഡിൽ ബുള്ളറ്റും ചാരി നിൽക്കുന്നവനെ കണ്ട് അവളുടെ കാലുകൾ നിശ്ചലമായി. ശ്രീയേട്ടൻ ചുണ്ടുകൾ മന്ത്രിച്ചു. മോഹനനെ പ്രതീക്ഷിച്ച് നിൽക്കുകയായിരുന്ന അച്ചു രണ്ടുപേരെയും കണ്ടു. അവൾക്കാകെ ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നി. ലഹരി പോലെ എന്തോ രക്തത്തിലേക്ക് ഇരച്ചു കയറുന്നത് പോലെ. ഒരു ഉന്മാദിയെപ്പോലെ അവൾ കണ്ണുകൾ അടച്ചു. അത്രയും കാലത്തെ സൗഹൃദത്തിന് മുകളിൽ പക കുമിഞ്ഞുകൂടി. ശ്രീലക്ഷ്മി ചലിക്കാനാവാതെ അവിടെ തന്നെ നിന്നു. ഏയ് ചേച്ചി! ജിത്തു എവിടെ നിന്നോ ഓടി വന്ന് അവളുടെ കയ്യിൽ പിടിച്ചു. അവൾ ഞെട്ടിക്കൊണ്ട് തിരിഞ്ഞു നോക്കി. അവനെ കണ്ടതും ശ്രീഹരിയുടെ നെറ്റി ചുളിഞ്ഞു. എന്താ ഇവിടെ സ്റ്റക്കായ പോലെ നിൽക്കുന്നേ? അവളുടെ നോട്ടത്തിലേക്ക് കണ്ണുകൾ പായിച്ചവൻ ചോദിച്ചു. അതാരാ? ശ്രീലക്ഷ്മി എന്തു പറയണമെന്നറിയാതെ കുഴങ്ങി. ആരാണയാൾ? തനിക്കറിയില്ല. ഇന്നീ ലോകത്ത് മറ്റാരേക്കാൾ കൂടുതൽ തന്നെ സംരക്ഷിച്ചു നിർത്തുന്ന ഒരാൾ. ഒന്നും പറയാതെ തന്നെ മനസ്സിലാക്കുന്ന ഒരാൾ. അതിനെന്ത് പേരിട്ട് വിളിക്കും? അറിയില്ല. ചേച്ചിക്കുട്ടി, ഞാൻ ചോദിച്ചതൊന്നും കേൾക്കുന്നില്ലേ? ജിത്തു അവളുടെ കവിളിൽ പിടിച്ചു വലിച്ചു. അത് ശ്രീയേട്ടൻ. ശ്രീലക്ഷ്മി തന്നെ നോക്കി ദഹിപ്പിക്കുന്ന അച്ചുവിനെ നേരിടാനാവാതെ നിന്നു. എന്ത് ചെയ്യണം? അങ്ങോട്ട് പോണോ? കാലൊക്കെ പിടിച്ചു വെച്ചതുപോലെയാണ്. പെട്ടെന്ന് അവളുടെ ബാഗിൽ നിന്ന് ഫോൺ വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങി. വെപ്രാളത്തിൽ ഫോൺ തപ്പിയെടുത്തപ്പോൾ ശ്രീയേട്ടനാണ്. ദയനീയമായി മുന്നോട്ട് നോക്കിയ ശേഷം അറ്റൻഡ് ചെയ്ത് ചെവിയോട് ചേർത്തു. ഇപ്പം ഇങ്ങോട്ട് വന്നില്ലേ തൂക്കിയെടുത്ത് കൊണ്ടുപോകും ഞാൻ. അതു പറഞ്ഞതും ഫോൺ കട്ടായി. പറഞ്ഞതുപോലെ ചെയ്യുമെന്ന ധാരണയുള്ളതുകൊണ്ട് ശ്രീലക്ഷ്മി മുന്നോട്ട് നടന്നു. റോഡ് ക്രോസ് ചെയ്ത് അവൻ്റെ മുന്നിലെത്തിയപ്പോൾ ആ നോട്ടത്തെ നേരിടാനാവാതെ തല താഴ്ത്തി. അപ്പോഴാണ് മോഹനൻ്റെ കാർ അവർക്ക് മുന്നിൽ നിർത്തിയത്. സകല ദേഷ്യവും കടിച്ചു പിടിച്ച് അച്ചു അതിലേക്ക് കയറി. ശ്രീലക്ഷ്മിയെയും ശ്രീഹരിയെയും നോക്കി ഒന്ന് പുച്ഛിച്ചുകൊണ്ട് മോഹനൻ വണ്ടി ഓടിച്ചു പോയി. മാടിക്കുത്തിയ മുണ്ട് നിവർത്തിയിട്ട് കൊണ്ടവൻ ബുള്ളറ്റിലേക്ക് കയറി. ശ്രീലക്ഷ്മി ചുറ്റും കണ്ണോടിച്ചു. ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന മിക്ക പിള്ളേരും അവരെ തന്നെ നോക്കി നിന്ന് പലതും പിറുപിറുക്കുന്നുണ്ട്. ശ്രീഹരിയെ അവർക്കെല്ലാം പരിചയമാണ്. പുറകിൽ കയറാൻ അവൾക്ക് വല്ലാത്ത മടി തോന്നി. ലച്ചു! അവളുടെ വെപ്രാളം കണ്ട് അവൻ രൂക്ഷമായി തന്നെ വിളിച്ചു. കണ്ണുകൾ ഇറുക്കി അടച്ച് തുറന്നുകൊണ്ടവൾ ശ്വാസം ആഞ്ഞുവിട്ടു. ശ്രദ്ധയോടെ പുറകിൽ കയറിയിരുന്നു. വിറക്കുന്ന കൈയെടുത്ത് ഷോൾഡറിൽ വെക്കാൻ അവൻ മറന്നില്ല. ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്തവൻ ഗേറ്റിലേക്ക് മുഖം തിരിച്ചു. അവരെ തന്നെ നോക്കി നിൽക്കുന്ന ജിത്തുവിന് നേരെ മീശ പിരിച്ചുകൊണ്ടവൻ ബുള്ളറ്റ് ഓടിച്ചു പോയി. അവർക്ക് പുറകിലായി അകലം പാലിച്ച് ഒരു താർ മുന്നോട്ട് കുതിച്ചു. ഷാൾ കൊണ്ട് കഴുത്ത് മുഴുവൻ മറച്ചു വെക്കാൻ പ്രത്യേകം ശ്രീലക്ഷ്മി ശ്രദ്ധിച്ചു. ശ്രീയേട്ടൻ കാണാതിരിക്കുന്നത് നല്ലത്. വണ്ടി ഇറങ്ങിയ പാടെ അവൾ താക്കോലും എടുത്ത് മുന്നോട്ടോടി. എന്തോ അത്ര പന്തിയല്ലെന്ന് അവന് വ്യക്തമായിരുന്നു. ശ്രീഹരിയെ നോക്കാതെ അവൾ ബാത്റൂമിലേക്ക് ഓടി. കണ്ണാടിയിൽ നോക്കിയപ്പോൾ അച്ചുവിൻ്റെ നഖത്തിൻ്റെ പാടുകൾ വരഞ്ഞു കിടപ്പുണ്ട്. എന്തു ചെയ്യണമെന്നറിയാതെ ഒരു നിമിഷം നിന്നു. പെട്ടെന്ന് കുളിച്ചു വന്നു. തലമുടി കുളിപ്പിന്നൽ കെട്ടി 2 വശത്തേക്കുമായി മുന്നിലേക്ക് വകഞ്ഞിട്ടു.
ഒന്നുകൂടെ കണ്ണാടി നോക്കി ഉറപ്പുവരുത്തിയ ശേഷം പതിയെ പുറത്തേക്കിറങ്ങി. ശ്രീഹരി ചായ വെക്കുന്ന തിരക്കിലായിരുന്നു. അവൾ അടുക്കളയിൽ സ്ലാബിനോട് ചേർന്ന് നിന്നു. അവൻ മുഖത്തേക്ക് നോക്കിയതേയില്ല. അങ്ങനെ ഒരാൾ അവിടെയുണ്ടെന്ന് ഭാവം പോലും കാണിച്ചില്ല. ശ്രീലക്ഷ്മിക്ക് എന്തെങ്കിലും സംസാരിക്കണമെന്നുണ്ടായിരുന്നു. മുഖം തന്നാലല്ലേ. അവൾ നഖം കടിച്ച് അവിടെ തന്നെ നിന്നു. ചായ 2 കപ്പിലേക്ക് പകർന്ന് ശ്രീഹരി തിരിഞ്ഞു. തുളഞ്ഞു കയറുന്ന നോട്ടം കണ്ട് അവൾ മുഖം തിരിച്ചു. കപ്പ് സ്ലാബിൽ വെച്ച് അവളുടെ മുന്നിൽ നിന്നു. എന്നിട്ടും മുഖം തിരിച്ചില്ല. ഹൃദയത്തിനകത്തിരുന്ന ആരോ താളം ചവിട്ടുന്ന പോലെ. വയറാകെ ഉരുണ്ടു കയറുന്നു. ചെന്നിയിലൂടെ വിയർപ്പൊഴുകി. പെട്ടെന്ന് അവൻ മുന്നോട്ടാഞ്ഞ് അവളുടെ 2 വശങ്ങളിലുമായി സ്ലാബിൽ കൈകുത്തി നിന്നു. ശ്രീലക്ഷ്മി അറിയാതെ ആ മുഖത്തേക്ക് നോക്കിപ്പോയി. പതറിയ കണ്ണുകൾ പിടഞ്ഞു. രക്തം ഇരമ്പിപ്പാഞ്ഞ് ഹൃദയധമനികളാകെ കുതിച്ചു. അവൻ്റെ മുഖം കൂടുതൽ മുന്നോട്ടാഞ്ഞു. അവൾ ചുണ്ടു കടിച്ചതും ശ്രീഹരി കണ്ണുകൾ ഇറുക്കി അടച്ചു. സമ്മതിക്കില്ല പെണ്ണ്. അവൻ്റെ ആ പെരുമാറ്റത്തിൽ അവൾക്ക് പേടിയാണ് തോന്നിയത്. ദേഷ്യം വന്നെന്നുറപ്പിച്ചു. ശ്രീയേട്ടാ, ഞാൻ എന്താ പറയേണ്ടത് എന്നറിയാതെ അവൾ വിക്കിക്കൊണ്ടിരുന്നു. അതൊന്നും കേൾക്കാതെ അവൻ 2 കൈകൊണ്ടും അവളുടെ മുടി പുറകിലോട്ട് മാടിയൊതുക്കി. കഴുത്തിലായി കൈ ചലിപ്പിച്ചു. ശ്രീലക്ഷ്മി അടിമുടി വിറച്ചു. ശരീരത്തിലാകെ മഞ്ഞുരുണ്ട് കയറി. കണ്ണ് ക്രമമില്ലാതെ ചലിച്ചു. പെരുവിരൽ കുത്തി അവൾ ഉയർന്നു പോയി. ഇതെന്തു പറ്റിയതാ ലച്ചു? പോറലുകളിൽ വിരലോടിച്ചു കൊണ്ടവൻ ചോദിച്ചു. അവൾ അതൊന്നും കേട്ടില്ല. അവൻ അവളുടെ കഴുത്ത് 2 വശത്തേക്കും ചരിച്ച് സൂക്ഷ്മമായി നോക്കുകയാണ്. ചുടുനിശ്വാസം കഴുത്തിൽ പതിഞ്ഞുകൊണ്ടിരുന്നു. ശരീരത്തിലെ രോമങ്ങളെല്ലാം ഇളകിയാടി. കണ്ണുകൾ അറിയാതെയെങ്കിലും കൂമ്പി അടഞ്ഞു പോകുന്നുണ്ട്. ഇതാരാ ചെയ്ത ലച്ചു? അവൾക്കൊന്നും മിണ്ടാൻ കഴിഞ്ഞില്ല. തളർന്നു പോയിരുന്നു അപ്പോഴേക്കും. അവളുടെ ഭാവമാറ്റം ആസ്വദിച്ചു കൊണ്ടവൻ വീണ്ടും ആ കഴുത്തിൽ വിരലോടിച്ചു. അപ്പൂസ് പുറത്തുനിന്ന് ഉറക്കെ കുരച്ചതൊന്നും 2 പേരും കേട്ടില്ല. അവളിൽ നിന്ന് പടരുന്ന മനം മയക്കുന്ന സുഗന്ധം അവൻ്റെ മനസ്സിനെ ആകെ കീഴടക്കി കളഞ്ഞു. ശരീരങ്ങൾ കൂടുതൽ അടുത്തു. തൊണ്ടക്കുഴിയിലൂടെ ഉമിനീരിറങ്ങുമ്പോൾ പിടക്കുന്ന കഴുത്തിലേക്കവൻ കൊതിയോടെ നോക്കി. എന്തോ നിലത്ത് പൊട്ടിച്ചിതറിയ ശബ്ദം കേട്ട് 2 പേരും പിടഞ്ഞുണർന്നു. ഞെട്ടലോടെ പിറകോട്ട് നോക്കിയപ്പോൾ ശ്രീലക്ഷ്മിയുടെ ശ്വാസം നിലച്ചു. ശ്രീഹരി ഭാവമാറ്റമൊന്നുമില്ലാതെ മുന്നോട്ട് നോക്കി.